ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ മൂന്നാറിൽ നിന്ന് നമ്മൾ നേരെ കൊടൈക്കനാലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് നല്ല കോട മൂടിയ സ്ഥലം കാണുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന റൂട്ടൊക്കെ അടിപൊളി, മാഷാഅല്ലാ, നല്ല സെറ്റ്, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് കൊടൈക്കനാലിൽ എത്തിയിട്ട് ബാക്കി കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ മൂന്നാർ പോയി. എന്താണ് നമ്മൾ പോയ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ഇത് ശരിക്കും പറ്റത്തില്ല. കമലഹാസന്റെ പടല്ലേ അത് ഷൂട്ട് ചെയ്തോണ്ടത് ഗുണാക്കേവായത്. ഓക്കെ ഓക്കെ, അപ്പം എന്തായാലും കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് എല്ലാവരും സന്ദർശിക്കും. കാരണം അത്രയും ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പം എന്നാലും ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് തുറയും കൊടൈക്കനാലിലെ കുറച്ച് വിശേഷം, നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഒറ്റ ദിവസത്തെ ട്രിപ്പായിരുന്നു. നമ്മൾ ഇന്നലെ രാവിലെ പോകുന്നു, ഇന്നലെ രാവിലെ പോകുന്നു, ഇന്ന് നൈറ്റ് നമ്മൾ നാട്ടിലോട്ട് തന്നെ തിരിക്കും. ട്രിപ്പ് മാത്രമല്ല, ഞാൻ പറഞ്ഞ ട്രിപ്പ് മീൻസ് നമ്മളെ ജോലി, അതായത് ആ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നതെന്ന് ആ സിനിമ പറഞ്ഞു കേട്ടോ. ഞാൻ ട്രിപ്പ് എന്നല്ല കഴിച്ചു, നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിസോർട്ടുകളുടെയൊക്കെ പ്രൊമോഷൻ ആയിരുന്നു. അപ്പോൾ ആ റിസോർട്ടിൻ്റെയൊക്കെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞു നാട്ടിലോട്ട് പോകണം. അപ്പോൾ ഞാൻ എന്തായാലും വന്നപ്പോൾ നമ്മുടെ വീട്ടുകാരും ഫാമിലിനൊക്കെ കൂട്ടി പോകുന്നതാണ്. അതായത് ഓൽക്കും കൂടി കാണാമല്ലോ, നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇബാദത്തും കാര്യങ്ങളും നമ്മൾ ചെയ്യുക, നിസ്കാരവും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുക, അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുക. അതൊക്കെ കാറിൽ ഇഷ്ടംപോലെ ടൈമുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് ഇപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും വന്ന സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു. ഏതായാലും നമ്മളിവിടെ എത്തിപ്പെട്ടല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് സ്ഥലം കണ്ട് നമ്മൾ നോമ്പും തുറന്ന് നമ്മൾ ഇറങ്ങും. ചുരം ഇറങ്ങാത്ത എന്താ വെച്ചാൽ 60 കിലോമീറ്ററോളം നമുക്ക് ചുരം ഇറങ്ങാണ്ട്. അപ്പോൾ നമുക്ക് നോമ്പ് ഇറക്കാൻ നേരത്ത് ഒന്നും കിട്ടൂല. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഈ സ്ഥലം കണ്ട് നമ്മൾ പോവുകയാണ്. പിന്നെ ഇതൊന്നും ഇങ്ങനെ വിവരിച്ച് പറയേണ്ട ആവശ്യമല്ല, പക്ഷേ ഇതെന്തായാലും നെഗറ്റീവ് വരും എന്നുള്ളതുകൊണ്ട് പറഞ്ഞാണ് ഗൈസ്. അപ്പം നമ്മൾ സിനുവിൻ്റെയിലാണ് എന്താക്കുന്നത്, ഗുണ കേവും ആൻഡ് കൊടൈക്കനാൽ വിശേഷങ്ങളും ഇടുന്നത്. നടക്ക് കൊരങ്ങന അവൻ്റെ ഉമ്മനെ കണ്ടോക്ക്. ഇത് ഡെയിലി കാണുന്നില്ല സുട്ടിയെ, നടക്കുക, അന്നെ വിളിക്കണേ. അപ്പോൾ താഹിറും ആൻഡ് ഫാമിലി പോയിട്ടുണ്ട്. നമ്മളെ പുറത്ത് ഇങ്ങനെ വവ്വാലിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. ഇതിനവിടെ സിനുവിൻ്റെ മാതിരി കുറേ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഞാൻ സൂം ചെയ്തൊക്കെ എൻ്റെ അറിയാൻ രൂപണ്ടടി ഗായ്സ്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിനെന്താ യൂക്കാലിയ ഞാടാ, ഇത് യൂക്കാലി അല്ലടാ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടക്കണം. കുറച്ച് ലെങ്ത്ത് നടന്നു കേട്ടോ. അങ്ങനെ നടന്ന് പോകുന്നുണ്ട്. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്, മാരക തണുപ്പാണ് ഗൈസ്. ഒരുപാട് ഇതിപ്പോൾ വീക്കെൻഡ് അല്ലെങ്കിൽ പോലും ആളുകൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് അല്ലേ. നേരെ മറിച്ച് ഇപ്പോൾ ഇതിപ്പോൾ പെരുന്നാളും സീസണും ഓണം സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സീസൺ ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ അടുക്കാൻ കഴിയില്ല കേട്ടോ. അമ്മ ബ്ലോക്കും ഉണ്ടാവും. അവിടെ എല്ലാം പോയി നോക്കട്ടെ. അങ്ങനെ ഫൈനലി ഇതാണ് ഗുണ കേവ് അല്ലേ. ഗുണ കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹയാണ്. പക്ഷെ അവിടേക്കൊന്നും പലോടല്ല, അവിടെ കണ്ടോ അടച്ച് പൂട്ടിക്കണുണ്ടോ. വലിയ സെൻട്രൽ ജയിലിലെ മതിൽ കെട്ടിയ മാതിരി കെട്ടി പൂട്ടിക്കണ് കണ്ടോ. പുറത്ത് കണ്ടോ നല്ല തണുപ്പാട്ടോ. 17-18 ഡിഗ്രിയാണ് ഇവിടെ തണുപ്പ് വരുന്നത്. ഓക്കെ, ഇറങ്ങ. അങ്ങനെ നമ്മൾ ഗുണ കേവ് എന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവിടെ കാണുന്ന ഒരു മല കണ്ടോ, അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയാന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഫുള്ള് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം കേട്ടോ. ആ കാണാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എന്തായാലും കാണാണ്ട്, വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട്, സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് ആളുകളൊക്കെ കുറവാണ്. ഞാൻ പിന്നെ ജസ്റ്റ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ, പിന്നെ മോളൊക്കെ ഉള്ളതല്ലേ, ഓൾക്കൊരു ഡോക്യുമെൻ്ററി ആയിക്കോട്ടെ വെച്ചിട്ട് ജസ്റ്റ് വീഡിയോ എടുത്താണ്. നമ്മൾ വീഡിയോ എടുക്കാനും ടൂറിനായിട്ട് വന്നതല്ല, നമ്മൾ ഡ്യൂട്ടീൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് നമുക്കെന്തായാലും ഇങ്ങനെ യാത്ര തിരിക്കുക. ഏതായാലും ഇത്ര ദൂരം വന്നതല്ലേ, അപ്പോൾ എന്തായാലും ഇനി ചുരം ഇറങ്ങുമ്പോഴേക്കും നോമ്പ് ഇവിടെ തന്നെ തുറന്നു പോകണം. അപ്പോൾ ആ ഒരു ഇതിൽ ഇങ്ങനെ എന്താക്കി നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് കാണാനുള്ള സ്ഥലം, കൊടൈക്കനാലാകുമ്പോൾ പിന്നെ ഒക്കെ കുറച്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് സ്ഥലങ്ങൾ കാണാൻ കിട്ടും കേട്ടോ. നമ്മൾ കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ കാണുന്നുള്ളൂ. നമ്മുടെ കൂടെ എന്തായാലും താഹിറും ആൻഡ് ഫാമിലി ഉണ്ട്. അപ്പോൾ അവരെ പോസ്റ്റ് ആക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അവരും കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ വന്നായിരുന്നു. എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അതിയായ നോവാണ് ഉള്ള
പൊള്ളുന്നൊരനുരാഗത്തിയാണ് നീയും ഞാനും കണ്ട കിനാവിൻ്റെ അനുരാഗത്തോണി ബഹറിൽ അലിഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഗുണാക്കാവൊക്കെ കഴിഞ്ഞ് നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ വേണ്ടി ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഊട്ടി ആയാലും മൈസൂർ ആയാലും കൊടൈക്കനായാലൊക്കെ പോയി കഴിഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ ഒരു തല്ലുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങുന്നുണ്ട്. പിന്നെ അല്ലേ സിനൊന്നും മുണ്ടില്ല, പണ്ട് ഇതേമാതിരി കടയിൽ കയറിയിട്ടാണ് കേട്ടാണെന്ന് പറഞ്ഞിട്ടേ. ഓക്കെ, അപ്പോൾ എന്തായാലും ചോക്ലേറ്റ്സ് പലതരത്തിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്. 1000 ചോക്ലേറ്റ്സ് വാങ്ങുന്നുണ്ട്. ഞാനെന്തായാലും ഒരു വർപ്പി വാങ്ങുന്നുണ്ട്. നമുക്ക് വർപ്പി ഇഷ്ടമാണ്, അപ്പോൾ ഒരു വർപ്പി വാങ്ങുന്നുണ്ട്. പിന്നെ എൻ്റെ കഴിഞ്ഞോ? ഇതെന്താ സാധനം? ചോളോ. മിത്തേരൻ്റെ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ നോമ്പ് തുറ അല്ലേ? നോമ്പ് തുറേ വെറൈറ്റി എല്ലാം ഈ ചോരം ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തൽക്കാലം എണ്ണക്കടിയും കുറച്ച് ഫ്രൂട്ട്സും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ യാത്രകളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസിലൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ കാണാം. ഒരു നോമ്പ് തുറ വെക്കണം, ലാസ്റ്റിലേക്കാണ് എങ്കിൽ പോലും വെക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നോമ്പ് തുറ വെക്കുന്നുണ്ട്, പെരുന്നാൾ കൂടി എടുക്കണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും കൊടൈക്കനാൽ മൂന്നാറൊക്കെ ഇഷ്ടപ്പെട്ടവർ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ പോയതാണ് ട്രിപ്പ്. ഇൻഷാ അല്ലാഹ് പെരുന്നാൾക്ക് നമ്മൾ പോകുന്നുണ്ട്. എല്ലാവർക്കും ബൈ.